ഹലോ ഫ്രണ്ട്സ്, ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ യുകെയിൽ ഇവിടെ വീട്ടിൽ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ നമ്മുടെ സമ്മറൊക്കെ വരല്ലേ, അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഇങ്ങനെ ഒരു പ്ലാൻ. അപ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടൻസൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അപ്പച്ചൻ കുറച്ച് വിത്തുകളൊക്കെ കൊണ്ടുപോയി ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് വിത്തുകളൊക്കെ തന്നായിരുന്നു. നമുക്ക് ഇങ്ങനെ ഈ ചീര, പിന്നെ പാവൽ, പടവലം, മണിപ്പയർ, ഉണ്ടമുളക്, ഇങ്ങനത്തെ, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പയറിൻ്റെ വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയ കുറച്ച് വിത്തുകളുണ്ട്, വെജിറ്റബിൾസിൻ്റെ കുറച്ച് വിത്തുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഗാർഡനിൽ തന്നെ വെക്കാമെന്ന് വെച്ചു. ഗ്രോ ബാഗിൽ വെക്കാതെ നമ്മൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാണ്. അപ്പോൾ അധികം പൈസ ചിലവില്ലാതെ നമ്മുടെ ഗാർഡനിൽ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഇവിടെ തന്നെ വെക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ ഗാർഡനിൽ നമ്മൾ ആദ്യത്തെ ദിവസം നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ എന്ന് വെച്ചത് ഇവിടെ ആയിട്ടാണ്. ഇവിടെ ഇപ്പം രാവിലെ, ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ്. അപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയും നമുക്ക് സൺലൈറ്റ് വരുന്നുണ്ട്. ഈ സൺലൈറ്റ് നമുക്ക് ഉച്ചതിരിഞ്ഞും, അതായത് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്ന വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല സൂര്യപ്രകാശം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്കതിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒഴിഞ്ഞ ചെടിച്ചട്ടികളുണ്ട്. ഈ ഒഴിഞ്ഞ ചെടിച്ചട്ടികളിൽ മണ്ണും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നടാമെന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു നമുക്ക് ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കുറച്ച് നമ്മളിത് ഇവിടെ ഇങ്ങനെ മണ്ണ് കളച്ച് ഇത് ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൂൾസ് അധികം കാര്യമായിട്ടുണ്ടായിരുന്നില്ല മണ്ണ് കളച്ച് റെഡിയാക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ പോയിട്ട് കുറച്ച് ടൂൾസ് വാങ്ങി. അത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ടൂളുകളൊന്നല്ല വാങ്ങിയേക്കണത്. നമ്മൾ വാങ്ങിയ ടൂൾ എന്ന് പറയാൻ കണ്ടോ, ഇങ്ങനെ മണ്ണൊന്ന് കുത്തി മറിച്ചിടാൻ പാകത്തിനത് ഇങ്ങനത്തെ ഒരു ടൂൾ വാങ്ങി. പിന്നെ അതെ ഇതിങ്ങനെ നമ്മുടെ കോലര് പോലത്തെ ഒരു ഇത്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നലെ കുറച്ച് നേരം ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ബാക്കി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് അപ്പച്ചൻ തന്നു വിട്ടയുടെ ഈ ഒരു മാവ്, മൂവാണ്ടൻ്റെ ബഡ് മാവും തൈ, ഇതേപോലെ തന്നെ ഒരു പ്ലാവിൻ്റെ തൈ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് കൊണ്ടുവന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ എങ്ങനെയായിരുന്നു നമ്മൾ എന്താ പറയുക എയർപോർട്ടിൽ എങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്, തിരിച്ച് ഇവിടെ എത്തിയ അവസ്ഥ, ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഉണ്ടോ. ഇത് നമ്മൾ ഈ പ്ലാവും മാവും തൈ നമ്മൾ വീട്ടിൽ വാങ്ങിയത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഗ്രോ ബാഗിൽ തന്നെയാണ് നമ്മളത് വാങ്ങിയത്. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പെടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ UK എത്തിയതിന് ശേഷം നമ്മുടെ പെട്ടി തുറന്നെടുത്തതാണ്. കണ്ടോ, അപ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല, ഒട്ടും വാട്ടല്ലാണ്ട് തന്നെ വന്നത്. ഇതേപോലെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തപ്പോൾ ആ ഗ്രോ ബാഗിൽ നിന്ന് എടുത്തു. കുറേ മണ്ണ് കളഞ്ഞു, മെയിനായിട്ടുള്ള വേരും കുറച്ച് വേരും മാത്രം എടുത്ത് ഒരു ശകലം വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ടേപ്പ് ചെയ്ത് ചുറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം, ഇത് ഇത്തിരി ഉണങ്ങി പോലെയാണ്. ഉണങ്ങിയെന്നല്ല, നമ്മുടെ പ്ലാവ് കണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും പോയി. അതുപോലെ പക്ഷെ മാവിൽ ഇപ്പോഴും കണ്ട ആ ഒരു പച്ചപ്പും ഇതുമുള്ളത് കൊണ്ട് എവിടെയോ ഒരു ഇത്തിരി ജീവൻ നിലനിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് ഇതെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതൊക്കെ കൊണ്ടുവന്ന് സെയിം ഡേ തന്നെ നമുക്ക് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അപ്പച്ചൻ്റെ വിയോഗത്താൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഇതിവിടെ പുറത്തിട്ടിട്ട് പോയി ഒരു 2 ആഴ്ച. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങിപ്പോയത്. അപ്പോൾ ഇതിൽ കുറച്ച് ജീവൻ ബാക്കിയുണ്ടെന്ന് തോന്നേ. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്കിവിടെ ഗാർഡൻ്റെ സെൻറ്ററിലൊന്ന് റീപ്ലാന്റ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു ഡിവിഷൻ കണ്ടോ, ഇത്രയും ലെങ്ത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടകൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നോക്കി കുറച്ച് കട്ടകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ കട്ടകൾ കുറച്ച് കഴിയുമ്പോൾ എടുക്കാൻ പോകണം. അടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒരു സെക്ഷൻ കട്ട വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് കൊത്തി മറച്ചിട്ട് അതിൽ കമ്പോസ്റ്റും ടോപ്പ് സീഡും കൂടി ഇട്ടിട്ട് ഒന്നൊരു എന്താ പറയുക വിത്ത് പാവാനായിട്ടുള്ള ആ ഒരു ഒന്ന് റെഡി ആക്കണം രാവിലെ. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് ജോലി അതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക കമ്പോസ്റ്റും ടോപ്പ് സോയിലും വാങ്ങി. ഉണ്ടോ, ടോപ്പ് സോയിൽ, പിന്നെ ഇതാണ് കമ്പോസ്റ്റ്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ അസ്ദാ ലിഡിലൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും വില കുറവായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ജോബ് ലോട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ. അവിടെയാണ്, ജോബ് ലോട്ടിലാണ് ഏറ്റവും റേറ്റ് കുറവായിട്ട് തോന്നിയത്. എനിക്ക് 25 ലിറ്റേഴ്സിൻ്റെ എനിക്ക് 2.99 ആയുള്ളൂ. അതുപോലെ കമ്പോസ്റ്റ്, മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ് 40 ലിറ്റേഴ്സിന് എനിക്ക് 2.99 ആയുള്ളൂ. ഞാൻ നോക്കിയതെന്ന് വെച്ചാൽ അവിടെയാണ് ഏറ്റവും കുറവ് കണ്ടത്.
അപ്പോൾ ആ കാര്യങ്ങൾ ഇന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ഈ ബെഡ് ഇവിടെ റെഡിയാക്കണം. ഇവിടെ റെഡിയാക്കിയിട്ട് നമുക്ക് ഈ ടോപ്പ് സോയിലും ഈ കൊടുക്കുന്ന ടോപ്പ് സോയിലും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് അവിടെ ഇതാക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് ഈ വിത്തുകളുണ്ടല്ലോ, ഈ വിത്തുകൾ നമുക്ക് ഈ മാവ് എന്തായാലും നമുക്കൊന്ന് റീപ്ലാന്റ് ചെയ്യണം. അതിൽ കുറച്ച് ജീവനുണ്ട്, കിട്ടുമോയെന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ഈ വിത്തുകളൊക്കെ കഞ്ഞിവെള്ളത്തിൽ മുക്കിയിടണം 12 മണിക്കൂർ. എന്നിട്ടാണ് എടുത്ത് തരേണ്ടത്. അപ്പോൾ കഞ്ഞിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പൊട്ടിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇതൊക്കെ റെഡിയാക്കി നാളെ രാവിലെ പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. പിന്നെ അതിന് ഒഴിക്കാനായിട്ട് മൾട്ടിപർപ്പസ് ഗ്രോ ഈസി എന്ന് പറഞ്ഞൊരു ലിക്വിഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നട്ടേണ്ട അത് ഒഴിച്ചു കൊടുക്കാൻ, വേര് പിടിക്കാനും അതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇത് അഡ്വാൻസ്ഡ് വീഡ് കില്ലറാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ വീട് വാങ്ങിയ ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്തായിരുന്നു. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടോ ഈ സമ്മർ വന്നപ്പോൾ ഉണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കരിച്ച് കളയണം, അല്ലെങ്കിൽ അത് മൊത്തം പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അതിനടിക്കാനായിട്ട് ആ ഒരു സ്പ്രേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള പണികൾ. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഗാർഡൻ്റെ മെയിനായിട്ടുള്ള ആ കട്ടകൾ എടുക്കാൻ പോകണം. അപ്പോൾ ആ കട്ടകൾ എടുക്കാൻ പോകണം. നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എപ്പോൾ വേണമെങ്കിലും വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇനി എടുക്കാൻ പോണ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പണികളും കൂടി കാണിച്ചു തരാം. ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ശരിയാക്കാണ്. അപ്പോൾ നമ്മൾ ഈ ബെഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മണ്ണുണ്ടല്ലോ, ഗാർഡനിലെ മണ്ണ്. അപ്പോൾ ഗാർഡനിലെ മണ്ണ് ഇത്രയും ഹാർഡായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചൊന്ന് കുത്തി മറിച്ചിട്ടിട്ട് ഈ പുല്ലുകളൊക്കെ എടുത്ത് കളയും. പുല്ലുകളെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കമ്പോസ്റ്റും പിന്നെ അതിൻ്റെ മുകളിൽ ടോപ്പ് സോയിൽ ഇട്ടിട്ട് ഇതൊരു ഒരു ബെഡാക്കി ഇതാക്കിയിടണം. അതിന് ശേഷമാണ് വിത്തുകൾ പാവണത്. അപ്പോൾ ഇത് കുത്തുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണ് പോലെ, അതായത് നമ്മുടെ നാട്ടിൽ മറ്റേ മണ്ണരയില്ലേ, മണ്ണര എവിടെ കുത്തിയാലും മണ്ണരയാണ്. അതുപോലെ നല്ല മണ്ണരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് ഇവിടത്തോളം വരുന്ന പോലെ കുത്തി മറിച്ചിട്ട് പുല്ലുകൾ വാരി കളഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ കമ്പോസ്റ്റ് ഇടും. അപ്പോൾ ഇനി കമ്പോസ്റ്റ് ഇടുമ്പോൾ കാണിക്കാം. ഓക്കെ, നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഫസ്റ്റത്തെ വാങ്ങിയ ടൂളില്ലേ അത് ഒടിഞ്ഞു പോയി. അപ്പോൾ നല്ല കട്ടിയുള്ള മണ്ണായതുകൊണ്ട് നമ്മൾ എടുത്തപ്പോൾ ഇത് പിടിക്കൊക്കെ നല്ല ബലം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതിങ്ങനെ വളയായിരുന്നു. അപ്പോൾ ഇത് മറ്റേ ഈ ജോബ് ലോട്ടിൽ നിന്ന് വാങ്ങിയത് 2 പൗണ്ടിന്. അപ്പോൾ ഇത് ഒടിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പോയിട്ട് B&Q'ൽ പോയിട്ട് ഇത് വാങ്ങി. അപ്പോൾ ഇത് ഒരു സൈഡ് നമുക്ക് കണ്ടോ, ഇത് B&Q'ന്ന് ഇപ്പോൾ വാങ്ങിയത്. ഇത് അത്യാവശ്യം കുറച്ചുകൂടി ബലമുണ്ട്. പിന്നെ ഇവിടെ ഇതിപ്പോൾ വെൽഡിങ് പോലെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് തൂമ്പിയായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഈ ക്യാപ്പ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ആ പുല്ല് വലിച്ചു വരാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വാങ്ങി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി ബാക്കി പണികൾ തീർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ കൊത്തി ഇളക്കിയിട്ടിട്ട് നമ്മൾ സൈഡിൽ കട്ടയൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഈ മണ്ണിൻ്റെ കൂടെ കുറച്ച് കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റ് ബാഗ് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നിരത്തണം. ഒന്ന് പുല്ലിൻ്റെ കട്ടകളാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിന് ശേഷം ടോപ്പ് സോയിൽ നമ്മുടെ സാധാരണ മണ്ണ് പോലത്തെ ഒരു അത് മുകളിലത്തെ ലെയറായിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ അതും പാക്കറ്റ് പൊട്ടിച്ച് ഇട്ടിട്ട് ഇനി ശരിക്കും നന്നായിട്ടൊന്ന് നികത്തണം, ഒന്ന് നിരപ്പാക്കി എടുക്കണം. അതായത് ഇതിനി മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നിരപ്പാക്കി എടുക്കുകയാണ്. നിരപ്പാക്കി എടുത്തിട്ട് ഇനി നാളെ വേണം ഇതിൽ നമുക്ക് വിത്തുകൾ പാവാനായിട്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞു, ഇത്ര നേരമായി. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ കട്ട ഇങ്ങനെ സൈഡ് മൊത്തം ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു സീഡ് പാകാനുള്ളൊരു ബെഡ് എന്ത് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം, അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഇതിൽ താഴത്തെ എന്താ പറയുക മണ്ണ് കുത്തി മറച്ച് ഇങ്ങനെ ഇതാക്കി. അതിന് ശേഷം അതിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് ഇട്ടു. കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ടോപ്പ് സോയിൽ ആഡ് ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടു. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇങ്ങനെ എന്താ പറയുക സൂര്യപ്രകാശം കിട്ടുന്ന ആ ഒരു ഏരിയയിലായിട്ടാണ് നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ മാവിനുള്ളൊരു കുഴിയും കൂടിയും കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആ മാവ് റീപ്ലാന്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് ചീര വെക്കണം. ചീരയുടെ വിത്തയിലുണ്ട്. അപ്പോൾ ചീര അതിൽ വെക്കാമെന്ന് ചോദിച്ചു. പിന്നെ ഈ കോർണറിൽ ഇവിടെയും കൂടി ഒരു കുഴി കുത്തി. ഇത് നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല മറ്റേ ടൂൾസ് അത് ഒടിഞ്ഞപ്പോൾ പുതിയത് വാങ്ങാൻ പോയപ്പോൾ അവിടെ ആപ്പിൾ ട്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരെണ്ണം വാങ്ങി. അതായത് മുറിക്കുമ്പോൾ തന്നെ ചുമന്നിരിക്കണം ഒരു ആപ്പിൾ ട്രീ. അപ്പോൾ നമ്മൾ ഈ കോർണറിൽ നമ്മൾ ആപ്പിളും വെക്കാമെന്ന് വിചാരിച്ചു. ആ ഇതിൽ നമ്മൾ മൂവാണ്ടൻ മാവും പിന്നെ ഇതിലേക്ക് നമ്മൾ ബാക്കി പച്ചക്കറികളും വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി ഈ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വിത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വിത്തുകൾ ഇനി അതൊരു 12 മണിക്കൂർ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ അത് ഇടുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിത്തുകളൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്ത പച്ചമുളക്, വെണ്ടക്കായ, പടവലങ്ങ, പിന്നെ നമ്മുടെ പാവയ്ക്ക, പിന്നെ കുക്കുംബർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ പയറാണ്, അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതും കൂടിയും പൊളിച്ചിടാണ്ട്. ഇത് 12 മണിക്കൂർ കഞ്ഞിവെള്ളത്തിൽ ഇടണമെന്നാണ് ഇവർ തന്നിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചീരവിത്ത് നാളെ നടുന്നതിൻ്റെ കൂടെ നേരെ അങ്ങനെ വിതർന്നുള്ളൂ. അപ്പോൾ അതവിടെ അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ അങ്ങനെ ഇതിലേക്ക് ഇടാണ്. ചിലത് പാവയ്ക്ക് മാത്രം കിഴികെട്ടിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് വെള്ളത്തിലേക്ക് കൊണ്ട് ഇട്ടു. ഇനി 12 മണിക്കൂർ. അപ്പോൾ നാളെ രാവിലെ ഇപ്പോൾ നമ്മൾ മറ്റേ ബെഡും കാര്യങ്ങളൊക്കെ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക രാവിലെ ഇതുകൊണ്ട് എടുത്ത് പാകാം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.